ജില്ലയിലെ +1 സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കാതെ ജില്ലയോടുള്ള ഇടത് സർക്കാരിന്റെ വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. യുഡിഎഫിന്റെ കാലത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പ്രശ്നം വന്നു. ഒരു വർഷമേ പ്രശ്നം വന്നുള്ളൂ. ആ പ്രശ്നം ഉണ്ടായി സത്യമാണ്. ആ പ്രശ്നമുണ്ടായ വർഷം കേരളത്തിൽ 1400 +1 ബാച്ചുകൾ അനുവദിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇതിന് പരിഹാരം ഉണ്ടാക്കിയത്. ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? താൽക്കാലികമായ ഏച്ചുകൾക്കല്ല, കേരളം മുഴുവൻ 20% സീറ്റ് വർദ്ധിപ്പിക്കുക, ബലവാനിൽ 30% സീറ്റ് വർദ്ധിപ്പിക്കുക. അതിന്റെ ഫലം എന്താണ്? യഥാർത്ഥത്തിൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:40 ആണ്. 40 കുട്ടികളെ പാടുള്ളൂ യഥാർത്ഥത്തിൽ ക്ലാസ്. ജില്ലയിൽ 10ാം ക്ലാസ് വിജയിച്ച 25,000-ഓളം വിദ്യാർത്ഥികൾക്ക് നിലവിൽ തുടർ പഠനത്തിന് അവസരമില്ല. മുഴുവൻ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളോ കോഴ്സുകളോ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. ഓരോ ക്ലാസ്സിലും 70 കുട്ടികളെ കുത്തിനിറക്കുമ്പോൾ അത് ഗുണനിലവാരത്തെ കാര്യമായി ബാധിക്കുന്നു. പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് പകരം കണക്കുകൾ കൊണ്ട് കസർത്ത് നടത്താനാണ് വിദ്യാഭ്യാസ മന്ത്രി ശ്രമിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും സീറ്റുകളല്ല കൂടുതൽ ബാച്ചുകൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് അധ്യക്ഷനായിരുന്നു. AP അനിൽകുമാർ MLA, KP നൌഷാദ് അലി, മുതിർന്ന കോൺഗ്രസ് നേതാവ് C ഹരിദാസ്, ആലിപ്പറ്റ ജമീല, VA കരീം, അഡ്വക്കേറ്റ് ബീന ജോസഫ് എന്നിവരും സംസാരിച്ചു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.